ഇനി നമുക്ക് ഏറ്റവും പുതിയ മുന്നറിയിപ്പിലേക്ക് കാലാവസ്ഥ അറിയിപ്പിലേക്ക് പോകാം. സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നൽകിയിട്ടുള്ളത്. രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകും. രജീഷ്, കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള പുതിയ അറിയിപ്പ് എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലർട്ട്? അത് ഇന്നത്തേക്ക് മാത്രമാണോ? വരും ദിവസങ്ങളിൽ എങ്ങനെയാണ്? ഇന്നത്തെ അലർട്ടാണ്. ഇപ്പോൾ 9 ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി ജില്ലകൾ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ഈ തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തൃശൂർ ജില്ലയും ഇത്തരത്തിൽ റെഡ് അലർട്ടിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ശക്തമായ മഴയ്ക്ക്, അതിശക്തമായ തീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവചിക്കുന്നത്. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നദികളിലൊക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം, മൂവാറ്റുപുഴയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കൊല്ലം കല്ലടയിലും ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം മീനച്ചിലാറിലും ഒപ്പം തന്നെ മണിമലാറിലും ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പമ്പയിലും അച്ചൻകോവിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം മൂവാറ്റുപുഴയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം യാതൊരു കാരണവശാലും ഈ പറഞ്ഞ, അതായത് ഈ മുൻകരുതൽ നൽകിയിരിക്കുന്ന നദികളിൽ ഇറങ്ങരുതെന്ന കർശന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ലെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. അധികൃതരുടെ നിർദ്ദേശത്തിനനുസരിച്ച് വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലയിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ ഡാമിന്റെ ഷട്ടർ ഇപ്പോൾ 80 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ നെയ്യാർ ഡാമിന്റെ ഷട്ടർ 160 സെന്റിമീറ്ററായി 2 ഘട്ടങ്ങളായി ഉയർത്തിയിട്ടുണ്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറും 200 സെന്റിമീറ്ററാണ് ഉയർത്തിയിട്ടുള്ളത്. ഇനി വൈകിട്ട് വീണ്ടും 20 സെന്റിമീറ്റർ കൂടി അരുവിക്കര ഡാമിന്റെ ഷട്ടർ ഉയർത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകുന്നു. മഴയ്ക്കൊപ്പം തന്നെ കാറ്റിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും പത്തനംതിട്ടയിലും നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ മഴ തുടരും. ഇന്നെന്തായാലും അതിതീവ്ര മഴ സാധ്യതയുള്ളത് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഒപ്പം തന്നെ റെഡ് അലർട്ട്, അതേസമയം തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കൂടാതെ തന്നെ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്.